വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്നലെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു. അധികരിച്ച യുവാക്കളും യുവതികളും ടി വിയുടെ മുന്നിലിരുന്നുകൊണ്ട്, സ്ക്രീനിൻ്റെ മുന്നിലിരുന്നുകൊണ്ട് അവരുടെ സമയങ്ങളൊക്കെ പാഴാക്കി കളഞ്ഞു. ഹബീബായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, രണ്ട് അനുഗ്രഹങ്ങൾ, നേമത്താലി, രണ്ട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളിൽ അധികരിച്ചവരും വഞ്ചിതരായിരിക്കുന്നു. അധികരിച്ചവരും ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്ന് അസ്സിഹത്തു, രണ്ട് അൽഫറാവു, ഒഴിവ് സമയങ്ങളും അവൻ്റെ ആരോഗ്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാതെ വേണ്ടാത്ത കാര്യങ്ങൾ ചെലവാക്കിക്കൊണ്ട് ആ മനുഷ്യന്മാർ വഞ്ചിതരായിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നിൻ്റെ മക്കൾ ഫുട്ബോളിൻ്റെ ലഹരിയിൽ അവൻ്റെ ഒഴിവ് സമയങ്ങളും അവൻ്റെ ആരോഗ്യങ്ങളൊക്കെയും അതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഹബീബായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തനബിയുടെ പ്രിയപ്പെട്ട മാസമായ, ജന്മദിനങ്ങൾ അനുഗ്രഹീതമായ മാസമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദിന് വേണ്ടി, അവിടുത്തെ സ്വലാത്തിന് വേണ്ടി ഒഴിവ് സമയങ്ങൾ മാറ്റിവെക്കുക. ഇന്ന് ഫുട്ബോളിന് വേണ്ടി മാറ്റിവെച്ചവരൊക്കെയും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ഹബീബായ പുണ്യനബിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഒഴിവ് സമയങ്ങളും അവൻ്റെ ആരോഗ്യങ്ങളും ചെലവഴിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു തന്ന് അവൻ്റെ മാർഗത്തിലായി, അവൻ്റെ ഹബീബിൻ്റെ മാർഗത്തിലായി സമ്പാദ്യവും ആരോഗ്യവും ചെലവഴിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.